കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനിപ്പിച്ചത് മാവേലിക്കര സുന്നഹദോസിന്റെ കാര്യം പറഞ്ഞാണ് എന്ന് വിചാരിക്കുന്നു. So it was in 1836. ആദ്യം ഒരു മാവേലിക്കര വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. That was in 1818. And that was convened by the then Marthoma VI. And the intention of this meeting was to discuss what all things has to be renewed in the church and what നവീകരണം നടത്തണമെന്നും മാവേലിക്കര വെച്ച് ഒരു പള്ളിയോഗം നടത്തുന്നത്. And this was represented by the churches from Kottayam to the south. And in that meeting, the seminary was the main speaker. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് on the Protestant view, he proposed some of the corrections which has to be done in the church. However, even though the spirit was accepted, not all things were accepted as such. So a 6-member committee was constituted in order to find out and to study what all things has to be corrected and why that has to be done. ഒരു 6-അംഗ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ പിൻപിലുള്ള ഉദ്ദേശ്യം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി 6-അംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. And this 6-member committee, the names are കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ, പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ, അടങ്ങപ്പുറത്ത് യാക്കോബ് കത്തനാർ, എരുത്തിക്കൽ മർക്കോസ് കത്തനാർ, വഞ്ചിത്തറ ഗീവർഗീസ് കത്തനാർ, കരിങ്ങാട്ടിൽ യാക്കോബ് കത്തനാർ. ഈ 6 പേരുടെ പ്രത്യേകത, ഈ 6 പേരുടെ പേരും നമ്മൾ ഈ റിഫർമേഷന്റെ ട്രംപറ്റ് കോൾ എന്ന് പറയുന്ന അത് എഴുതി സമർപ്പിച്ചതിന്റെ അകത്തുള്ള 12 അച്ഛന്മാരിൽ 6 പേര് ഇവരാണ്. ദാറ്റ് മീൻസ് ഈ എഴുതി സമർപ്പിച്ചതായ ഇവരുടെ ട്രംപറ്റ് കോള് അല്ലെങ്കിൽ നവീകരണത്തിന്റെ പോർക്കാഹളം എന്ന് പറയുന്നത് that was submitted in the year 1836. അപ്പൊ ഏകദേശം 18 വർഷം പഠിച്ചതിന് ശേഷമാണ് they came out with this. Anyway, അതിന്റെ നവീകരണത്തിന്റെ ഒരു നാൾവഴികൾ നമ്മൾ നോക്കുമ്പോൾ it was around 1836 Reformation became a very visible one. Even though things were moving in that direction from 1818 onwards, in 1836 it exploded. അതിന് ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് പുതുപ്പള്ളി പള്ളിയിൽ വെച്ച്, പുതുപ്പള്ളി പള്ളിയിലെ വികാരിയച്ഛനായിരുന്നു കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ. അദ്ദേഹത്തിന്റെ സഹോദരനായ കോശിക്കത്തനാരും അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുകയാണ്. 2 പേരും ദേറ പട്ടക്കാരാണ്. ദേറ പട്ടക്കാരെന്ന് പറയുമ്പോൾ they were not married. And on one day when Kaidel Achan was not there, Koshi Katanar, in the Kurbana, he used 2 Promions and Sadra in Malayalam. അപ്പൊ 2 പ്രൊമിയോനുകളും സദ്രകളും മലയാളത്തിൽ കോശി കത്തനാര് ചൊല്ലി. അതിനെ തുടർന്ന് ഈ കോശി കത്തനാരെ പള്ളിക്കാരൻ അടിച്ചു. and within one and a half months he died. അത്
കൈതലച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമായിരുന്നു. സോ ഹി മൂവ്ഡ് ഫ്രം ദെയർ. ഹി വെന്റ് ടു കൊല്ലാട്. കൊല്ലാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ സ്ഥലമാണ്. ആൻഡ് എ ചർച്ച് വാസ് മെയ്ഡ് ദെയർ ആൻഡ് ഹി ബിക്കെയിം ദ വികാർ ഓഫ് ദാറ്റ് ചർച്ച്. ആ പള്ളിയിലാണ് in the same year 1836 on August 15 അന്നാണ് അത് ആ കാലഘട്ടങ്ങളിൽ മലയാളം കലണ്ടർ അനുസരിച്ചാണ് നമ്മളുടെ ഈ നോമ്പുകളൊക്കെ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ ചിങ്ങമാസം 1 മുതൽ ചിങ്ങമാസം 15 വരെയാണ് 15 നോമ്പ് ആചരിച്ചത്. സോ on in 1836 August 15 was Chingam 1 and that was not a Sunday, it was a Monday. അപ്പൊ അന്ന് തിങ്കളാഴ്ചയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. And that was at Kollad. And on August 29 it was Abraham Alpan who celebrated Kurbana in Malayalam at Maraman. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് നെക്സ്റ്റ് മന്ത് ഓൺ കന്നി 19 കന്നിമാസം 20 മുത്തപ്പന്റെ പെരുന്നാൾ ആയി മാരാമണ്ണ ആചരിക്കുന്ന ദിവസമാണ്. മുത്തപ്പൻ എന്ന് പറയുന്നത് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹം കോതമംഗലത്ത് വെച്ച് he died and then his mortals were buried there and he was called as മുത്തപ്പൻ. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിന്ന് കൊണ്ടുവന്നതായ റെലിക് മാരാമണ്ഡ് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. So on Kanni 19, that is just the day before the festival, this relic was removed and then that became a very influential thing. അതുകൊണ്ടാണ് ഈ എബ്രഹാം അൽപ്പാന്റെ നവീകരണം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് ഒരു കാരണമാണ്. കാരണം സാമൂഹികമായ രീതിയിലും മതപരമായ രീതിയിലും വളരെ സ്വാധീനം അതുണ്ടാക്കി എന്നുള്ളതുകൊണ്ട്. And then a trumpet call for reformation was submitted to the British resident. It was a memorandum submitted to the British resident in order to see into what all changes that has to be done. And this was submitted to the British resident, but nothing happened. And that was submitted on Chingam 21. That is after 5 days of the conclusion of the 15-day Lent. It was in 1836, September 4. And all these things were viewed by the then Metropolitan Chepadmar Dionysius as a revolt. And so he did not feel comfortable about this. So what he did was he refused to ordain all those who were taught by the Malpans. ഈ മൽപ്പാന്മാരെ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഒക്കെ പട്ടം കെട്ടുന്നതിന് ചേപ്പാട് മാർ ദിവാനിയോസസ് വിസമ്മതിച്ചു. ഇതേ സമയം തന്നെയാണ് there came a leaflet which contains 24 accusations. അത് നമ്മളുടെ പുസ്തകങ്ങളിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ 24 കൂടുതൽ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ വി ആർ നോട്ട് ഷുവർ. ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ എന്താണ് ബാക്കിയുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാര്യം അത് കിട്ടിയിട്ടില്ല. പക്ഷെ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതായ കാര്യങ്ങൾ വേദപുസ്തകത്തിനും സഭയുടെ കാനോനും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനും വിരുദ്ധമായ കാര്യങ്ങളാണ്. അത് ഈ സഭയിൽ വന്നു ചേർന്നത്
റോമൻ കത്തോലിക്ക ബന്ധത്തിൽ കൂടെയാണ് എന്ന് ഈ ലഘുലേഖയിലും ഈ നമ്മൾ ബ്രിട്ടീഷ് റെസിഡന്റിന് കൊടുത്തതായ മെമ്മോറാണ്ടത്തിലും വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സോ Chepard Mar Dionysius refused to ordain students taught by the Malpans. And almost all the ordained people who were here were under the cloud of the authenticity of ordination. കാരണം മാർത്തോമ 8-ാമന്റെയും മാർത്തോമ 9-ാമന്റെയും ഒക്കെ ഓർഡിനേഷനെ കുറിച്ച് സംശയങ്ങൾ നിലനിന്നിരുന്നതായ കാലഘട്ടത്തിൽ അദ്ദേഹത്താൽ ഓർഡൈൻ ചെയ്യപ്പെട്ടതായ വ്യക്തികളെല്ലാം അവരുടെ ഓർഡിനേഷന്റെ ഒരു ഒത്തന്റിസിറ്റി, അതിന്റെ ഒരു സാധുത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. സോ ഈ രണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ചേപ്പാഡ് മാർ ഡയനേഷ്യസ് refused to ordain students who were taught by the Malpans, and another one was the situation was that the authenticity of ordination was under question. So Abraham Malpan and wanted to restore both. അപ്പോൾ ഇവിടെ ഇനി ഈ വിദ്യാർത്ഥികൾ ഓർഡൈൻ ചെയ്യപ്പെടണമെങ്കിൽ നവീകരണത്തോട് താല്പര്യമുള്ളതായ ഒരു ബിഷപ്പ് ഉണ്ടായേ മതിയാവും. അതോടൊപ്പം ഇവിടുത്തെ ഈ ഓർഡിനേഷന്റെ സാധുത വീണ്ടെടുക്കുവാനും അത് സഹായിക്കും എന്നുള്ളതുകൊണ്ട്. സോ ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ 1836 Mavelikara Synodos or Mavelikara Synod decision, Patriarch was the head of the church. So Abraham Malpan sent his nephew Mathew to Mardin. അന്ന് മാർദീനിലായിരുന്നു പാത്രിയാർക്കീസ് താമസിച്ചുകൊണ്ട്. So Mathew was sent to Mardin. അപ്പോൾ മാർദീനിൽ എത്തിയ മാത്യൂസിനെ he was consecrated, he was ordained, first ordained as Shamash, then as priest, and finally consecrated with the title Mar Athanasius. So he was consecrated as Mathews Mar Athanasius. And in 1843, Mathews Mar Athanasius came back. And here, as we have already said, during the time of Pulicotil Mar Dionysius, the first Pulicotil Mar Dionysius, a royal proclamation was obtained. കാരണം അന്ന് മുതലുള്ള പതിവാണ് ഇവിടെ മലങ്കര മെത്രാൻ ആകണമെങ്കിൽ രാജകീയ വിളംബരം വേണം എന്നുള്ളതായ ഒരു പതിവ്. So Mathews Mar Athanasius, as he came back, he was given the royal proclamation. അതിന് കാരണം മുമ്പേ പറഞ്ഞു, ഒന്ന് പാത്രിയാർക്കീസിൽ നിന്ന് ഡയറക്റ്റ് പട്ടം കെട്ടപ്പെട്ടയാളാണ്, ആദ്യമായിട്ട് പട്ടം കെട്ടപ്പെടുന്നയാളാണ്. മാവേലിക്കര സുന്നോദോസിന്റെ തീരുമാനപ്രകാരം പാത്രിയാർക്കീസ് ആണ് ഈ സഭയുടെ ഹെഡ്. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ മാത്യൂസ് മാർ അത്തനേഷ്യസിനെ റോയൽ പ്രൊക്ലമേഷനുടെ മലങ്കര മെത്രാപ്പൊലീത്തയായി അംഗീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ the rival group, they sent പുലിക്കോട്ടിൽ യൗസെബ് കത്തനാർ to patriarch in 1864. അങ്ങനെ 1865 അന്നത്തെ പാത്രിയർക്കീസ് ആയിരുന്ന പത്രോസ് പാത്രിയർക്കീസ് മാർ ഡയനേഷ്യസിനെ എന്നുള്ള പേരിൽ പുലിക്കോട്ടിൽ യാക്കോബ് കത്തനാരെ കോൺസിക്രേറ്റ് ചെയ്ത് തിരികെ അയക്കുന്നു. അപ്പോൾ ഇപ്പൊ ഇവിടെ രണ്ട് മെത്രാന്മാരുണ്ട്, രണ്ടുപേരും പാത്രിയർക്കീസിനാൽ വാഴിക്കപ്പെട്ടതാണ്. However, Mathews Mar Athanasius was able to continue as the Malangara Metropolitan. In 1868, on June 1, Thomas Mar Athanasius, he was the son of Abraham Malpan, he was consecrated by Mathews Mar Athanasius as Thomas Mar Athanasius, and he was made the suffragan metropolitan. അദ്ദേഹത്തെ കോട്ടയം സെമിനാരിയിൽ താമസിപ്പിച്ചു. അന്ന് കോട്ടയം സെമിനാരിയാണ് ഈ മെത്രാപ്പൊലീത്തയുടെ താമസിക്കുന്നതായ സ്ഥലം. In 1877, Mathews Mar Athanasius died and Thomas became the metropolitan. And he stayed at the old seminary, but now again the rival faction,
went to the court challenging Thomas Mar Athanasius's position as metropolitan. So that led to court case. And this court case is known as the seminary case. സെമിനാരി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കേസാണ്. കേസ് ഇതാണ്: സഭയുടെ ഒഫീഷ്യൽ മെത്രാപ്പൊലീത്ത ആരാണ്? തോമസ് മാർ അത്തനേഷ്യസ് അങ്ങനെ ഒഫീഷ്യൽ മെത്രാപ്പൊലീത്ത ആകുവാൻ അർഹതയില്ലാത്തയാളാണ്. അതുകൊണ്ട് സെമിനാരിയും സഭയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുമെല്ലാം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതാണ് കേസ്. And this case continued for almost 5.5 years. Or maybe more than that one. And it went through different courts. And finally, it came to the most high appellate authority, that is the royal court. Royal കോടതിയിൽ ആ കേസ് വന്നു. റോയൽ കോടതിയിൽ 3 ജഡ്ജസ് ആണ് ആ കേസ് കേട്ടത്. And the final verdict came in 1889 July 12. 1889 ജൂലൈ മാസം 12-ാം തീയതിയാണ് അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. ആ ഫൈനൽ വെർഡിക്റ്റ് ഒരു മജോറിറ്റി വെർഡിക്റ്റ് ആണ്. അതായത് 3 ജഡ്ജസ് ഉള്ളതിൽ 2 പേര് തോമസ് മാർ അത്തനേഷ്യസിനെ എതിരായിട്ട് വിധിച്ചു. ഒരു ജഡ്ജ്, ഹി വാസ് എ വെസ്റ്റേണർ, he ruled in favor of Thomas Mar Athanasius. However, since the majority was against him, the ruling went against the reformed group and Thomas Mar Athanasius. അപ്പൊ അതിന്റെ ഫലമായി അന്ന് തന്നെ Thomas Mar Athanasius was ousted from the seminary. കോട്ടയം സെമിനാരിയിൽ താമസിച്ചുകൊണ്ടിരുന്ന തോമസ് മാർ അത്തനേഷ്യസിനെ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് പുറത്താക്കി. പറയുന്നത് സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം പിടിച്ചു വെച്ചപ്പോൾ ഈവൻ മസനബ്സ വരെ ഊരി വെപ്പിച്ചിട്ടാണ് വിട്ടത് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ ചെയർ ഓൺ വിച്ച് ഹി വാസ് സിറ്റിംഗ്, നമ്മൾ പറയുന്ന സിംഹാസനം എന്ന് പറയുന്ന, and it was on this chair all the metropolitans from Marthoma I until Thomas Mar Athanasius were consecrated. അതുകൊണ്ടാണ് അതിനെ മാർത്തോമയുടെ സിംഹാസനം എന്ന് വിളിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ മാർത്തോമയുടെ സിംഹാസനവും നിങ്ങൾ കൊണ്ടുപോകൂ, അത് ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് അതും എറിഞ്ഞു കളഞ്ഞു എന്നാണ്. So that was taken and he had to move from the Kottayam seminary. അവിടെ നിന്ന് അദ്ദേഹം ആ രാത്രിയിൽ വന്ന് താമസിച്ച സ്ഥലത്താണ് ഇപ്പോൾ കോട്ടയം മാർത്തോമ സെമിനാരി സ്ഥിതി ചെയ്യുന്നു. So it was on that day night he came and stayed. അവിടെ അന്നൊരു it will be difficult for the youngsters to understand, but maybe some old people there may understand. ഈ തേങ്ങ വെട്ടി ഇത് വെക്കുന്നതിന് അട്ടി എന്ന് പറയും. അവിടെയാണ് വന്ന് അദ്ദേഹം രാത്രി താമസിച്ചത്. And that's the reason why we have a sentimental attachment to the Kottayam Marthoma Vaidika Seminary, that region, because it was there he stayed on that day. And according on the basis of the court verdict, the reformed section lost everything except at some churches, 6 or 12 churches we have joined custody, but all the other churches were lost. So the reformed group, or the group which was under Thomas Mar Athanasius, lost everything. However, they didn't go for court litigation. They accepted it and then they started to consolidate themselves. അപ്പോൾ 1890 there was a meeting, but this was in a way it was little bit accepted. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ
1889 തൊട്ട് മുമ്പ് തന്നെ ഇതിങ്ങനെ തോറ്റുപോയാൽ എന്ത് ചെയ്യണം? അതിന്റെ വെളിച്ചത്തിലാണ് സുവിശേഷ സംഘം രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ന്യൂ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഭാഗം ആയിട്ട് അത് ചെയ്തു. But anyway, in 1890 there was a meeting of the priests of the Reformed section. This was conducted in Maraman. ആ മാരാമൺ യോഗത്തിൽ വെച്ചാണ് ഈ സഭയുടെ പേര്, you need a new name for the church because the existing name cannot be taken. അപ്പോൾ ഒരു പുതിയ പേര് കൊടുക്കണം. So the meeting decided on that one and discussed on that one, and it was decided or it was suggested by Palathingal Kattanara that the church should have a name which upholds the whole history of the church. ഹിസ്റ്ററിയും ട്രഡീഷനും ഹെറിറ്റേജും അപ്ഹോൾഡ് ചെയ്യുന്നതായ ഒരു പേര് വേണം ഇതിന് വരാണ്ട്. കാരണം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയണം, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ചർച്ച്, ബട്ട് ഇറ്റ് is the old church and it is the original church. So it was based on that, this name, Malankara Marthoma Syrian Church was adopted. 1890 മാരാമൺ മീറ്റിംഗിൽ വെച്ചാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭ എന്ന പേര് സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഈ സഭയുടെ സ്ഥാപനം എവിടെയാണ്, തുടക്കം എവിടെയാണ്? മലങ്കരയിലാണ്. ഈ സഭ ആരാൽ തുടങ്ങിയതാണ്? മാർത്തോമയാൽ തുടങ്ങിയതാണ്. ഈ സഭയുടെ ട്രഡീഷൻ, ലിറ്റർജിക്കൽ ട്രഡീഷൻ എന്താണ്? അത് സിറിയൻ ലിറ്റർജിക്കൽ ട്രഡീഷൻ ആണ്. ഇത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഈ പേര്. സോ the church got the name Malankara Marthoma Syrian Church, and it's from there നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മലങ്കര മാർത്തോമ സഭ വളർന്ന് വന്നത്. അതിൽ വളരെയധികം ആൾക്കാരുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് that is true, because we have to build the church from the scraps. Absolutely, there was nothing. But in spite of that, people had faith. People had commitment. And that is the reason why we could grow up to this stage. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഒരു നവീകരണത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു രീതിയിൽ പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുന്നതായ ഒരു ലെവലിലേക്ക് പോയി. എന്നാൽ we were able to build from there. And the spirit of reformation നമ്മളൊന്ന് റീകോൾ ചെയ്യുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങളാണ് നമ്മളുടെ സഭയുടെ നവീകരണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളായിട്ട് നിൽക്കുന്നത്. ഒന്ന്, ബൈബിൾ, വേദപുസ്തകത്തിന്റെ സെൻട്രാലിറ്റി. വേദപുസ്തകം അത് മുറുകെ പിടിക്കുന്നതായ ആശയങ്ങൾ, അതിന്റെ ആധികാരികത, അത് പഠിപ്പിക്കുന്നതായ അതിന്റെ കോർ, അതിനോട് നീതി പുലർത്തുന്നതായ ഒന്ന്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയും തുറന്ന വേദപുസ്തകമാണ് നമ്മളുടെ ഒരു റിഫർമേഷന്റെ ഒരു അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയി എംഫസൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കാനോനുകൾ. അതായത് സഭയുടെ കാനോനുകൾക്ക് വിരുദ്ധമായും അല്ലെങ്കിൽ അതിന് ചേരാത്തതായ ആശയങ്ങളും അതിന് ചേരാത്തതായ രീതികളും ഒക്കെ ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ 24 പോയിന്റുകൾ വായിച്ചാൽ വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് പറയുന്നു. ട്രംപറ്റ് കോൾ ഫോർ റിഫർമേഷൻ വായിച്ചാൽ അതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട് വേദപുസ്തകം. അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന കാര്യമാണ് സഭയുടെ കാനൂനുകൾ. നമ്മൾ കാനൂനുകൾ അധികം കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നതിന്റെ ഒരു കാര്യം. 1857 മാത്യൂസ് മാർ അത്തനേഷ്യസ് ഈ സുറിയാനി കാനോനുകളുടെ ഒരു അബ്രിഡ്ജ്ഡ് വേർഷൻ, ചെറിയ ഫോം, അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലങ്കര മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനികളുടെ കാനൂൻ എന്നുള്ള പേരിൽ.
പിന്നീട് ഇപ്പോൾ നമുക്ക് ഭരണഘടന വന്നപ്പോൾ ഈ കാനോൻ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നവീകരണത്തിന്റെ സമയത്ത് വളരെ കാര്യമായി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ. ആ പഠിപ്പിക്കലിന്റെ സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റേൺ റിഫർമേഷന്റെ അതേ ചുവട് പിടിച്ചുകൊണ്ടല്ല ഇവിടുത്തെ റിഫർമേഷൻ നടന്നിരിക്കുന്നത്. വെസ്റ്റേൺ റിഫർമേഷനിലെ ഒരു എംഫസിസ് പറഞ്ഞ സോളാ സ്ക്രിപ്ചൂറ, സോളാ ഫീഡെ, സോളാ ഗ്രാസിയ. അതായത് വേദപുസ്തകം മാത്രം, വിശ്വാസം മാത്രം, ഗ്രേസ് മാത്രം എന്നുള്ളത് പറയുവാൻ. സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. എന്നാൽ മലങ്കര നവീകരണത്തിൽ അങ്ങനെ എലോൺ എന്നുള്ള ഒരു എംഫസിസ് ഇല്ല. സെൻട്രാലിറ്റി ഓഫ് സ്ക്രിപ്ചർ, സെൻട്രാലിറ്റി ഓർ ദ റോൾ ഓഫ് കാനൻ ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് ദ ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞ സമയത്ത് ഉദയംപെരൂർ സുന്നോദോസിന് തീരുമാനം പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ ചർച്ചിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, എക്സ്ട്രീം അങ്ഷൻ, അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതല്ല നമ്മളുടെ ഒരു 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 ദർശനം എന്ന് നവീകരണത്തിൽ പറയുന്നുണ്ട്. കണ്ടക്ടിങ് കൺഫെഷൻ, ഓറിക്കുലർ കൺഫെഷൻ, എസ്പെഷ്യലി ബൈ പേയിങ് മണി. So that was challenged in the reformation of the church. Then negating the proclamation of the sermon. നമ്മൾ വിചാരിക്കും ഇത് ഒരു പക്ഷേ that is only through the influence of the missionaries. No, because here it was pointed out the neglection of the sermon is against the canon law, because according to the Syriac canon, which was adopted in 410, 410 സുറിയാനി സഭകളുടെ ഒന്നാമത്തെ സുന്നഹദോസിന്റെ 9ാമത്തെ കാനോനാണ് പറയുന്നത്, ഏത് വിശുദ്ധ കുർബാനയ്ക്കും ബിഫോർ എനി ഹോളി കമ്മ്യൂണിയൻ until the 3rd hour or the 4th hour, scripture should be read and explained, and then only കുർബാന should be celebrated. അപ്പോൾ 4 മണി നേരം വരെയോ 3 മണി നേരം വരെയോ 4 മണി നേരം വരെയോ വേദപുസ്തകം വായിച്ചതിന്റെ പൊരുള് തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാവൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വിരുദ്ധമായി ഇപ്പോൾ പ്രസംഗങ്ങൾ ഇല്ലാതെ വന്നിരിക്കുന്നു എന്ന്, അതിന്റെ ശ്രദ്ധ ഇല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാനോന്റെ ഇത് അറിയാവുമ്പോഴെങ്കിലേ നമ്മൾ ഇത് എവിടുന്നാ വന്നെന്നുള്ളത്. ഇതേ സ്ട്രക്ചറിലാണ് നമ്മുടെ ആരാധനക്രമവും ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം 2 വേദഭാഗം വായിക്കും, പിന്നെ സ്ലീഹ വായിക്കും, പിന്നെ ഏവങ്കേലിയം വായിക്കും, പിന്നെ പ്രസംഗിക്കും. ആ സ്ട്രക്ചറിൽ വന്നിരിക്കുന്നു. സോ again another thing which the Reformation highlighted was negating the importance of Sunday worship. വർഷിപ്പിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്നത്. അന്ന് വന്നിരുന്ന് വർത്തമാനം പറയുകയും വന്നിരുന്ന് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ വന്നിരുന്ന് എന്നിട്ട് പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആരാധനയിൽ പങ്കുചേരുന്നു എന്നുള്ളതായ ആക്ഷേപം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കാര്യമായി നമ്മളുടെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നവീകരണം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ വേദപുസ്തകത്തിന്റെ പങ്ക്, ആരാധനയുടെ പങ്ക്, പ്രിപ്പറേഷന്റെ പങ്ക്, ഇതെല്ലാം വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നതായ ഒന്നാണ്. അത് ഇന്ന് നമ്മൾ ചോദിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ റിഫർമേഷന്റെ വെളിച്ചത്തിൽ വന്നിട്ട് ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡാണ്, നമ്മൾ പള്ളിയിൽ വന്ന് ഇരിക്കുമ്പോൾ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്, വേദപുസ്തക വായനയ്ക്ക് പഠനത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആരാധന പുസ്തകങ്ങൾ പഠിക്കുന്നതിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. So that all things has to be discussed or meditated, and we should come out with new vigor of being a church. And I think we'll stop here. Now it is 7:47.